ആഴ്ച 2 പ്രാവശ്യം ഇതുപോലെ മെലസ്റ്റോമയ്ക്കുണ്ടല്ലോ നമ്മൾ ഈ മരുന്ന് അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി നശിച്ചു പോകാതെ വർഷങ്ങൾ നിൽക്കും. ഇതുപോലെ ഈ മരുന്ന് നമ്മൾ ചെയ്ത് കൊടുക്കണേ. ഗുഡ് മോർണിംഗ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വർഷം മുഴുവനും നമ്മുടെ ഗാർഡനിൽ മനോഹരമായ പൂക്കൾ തരുന്ന ഈ മെലസ്റ്റോമ പ്ലാന്റിൻ്റെ കുറച്ച് വിശേഷങ്ങളാണേ. ഈ വേനൽക്കാലത്ത് നമുക്ക് ഈ മെലസ്റ്റോമ പ്ലാന്റിനെ എങ്ങനെ സംരക്ഷിക്കാം, ഈ വേനൽക്കാലത്ത് നമ്മുടെ ഈ ചെടിയുടെ ചില കമ്പുകളൊക്കെ ഒരു വാട്ടം പോലെ വന്നിട്ട് ഉണക്ക് തട്ടി അത് എന്നേക്കുമായിട്ട് നമ്മൾ ആ ചെടി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ ചെടി നിറയെ പൂവിടാനും വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. നമുക്ക് നിലത്തും അതുപോലെ തന്നെ ചട്ടിയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്ലാന്റ്സ് ആണ് ഈ മെലസ്റ്റോമ. ഇത് നഴ്സറികളിൽ നമുക്കിപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റീസ് പല കളറുകളിൽ, പിങ്ക് ഉണ്ട്, വൈറ്റ്, ഡാർക്ക് വയലറ്റ് ഉണ്ട്, അതുപോലെ ലൈറ്റ് ഉണ്ട്, അങ്ങനെ പല കളറുകളിൽ ഈ ചെടി നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇതിനെ നഴ്സറിയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിട്ട് നല്ല രീതിയിൽ നമ്മൾ നട്ടു കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ നല്ല രീതിയിൽ അതിനെ നട്ടുപിടിപ്പിച്ചില്ല എങ്കിൽ ഈ ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. പലരും പറയുന്ന ഒരു കംപ്ലൈൻ്റാണ്, ഈ ചെടി ഞങ്ങൾ ഒത്തിരെണ്ണം വാങ്ങി നട്ടു, പക്ഷേ അതൊന്നും നമുക്ക് പിടിച്ചു കിട്ടുന്നില്ല എന്ന്. നമ്മൾ ഇതിനകത്ത് പറയുന്ന ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതുപോലെ നമ്മൾ നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞാലും ഉണ്ടല്ലോ നമ്മുടെ ചെടി പോകത്തില്ല. 10-20 വർഷങ്ങൾ നമ്മുടെ ചെടി നമ്മുടെ ഗാർഡനിൽ കാണും. അപ്പോൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു പ്ലാന്റ്സിനെ നമ്മൾ എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കേണ്ടതെന്ന് നമുക്ക് ആദ്യം നോക്കാം. നല്ല ഒരു പോട്ടി മിക്സ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ആദ്യമായിട്ട് ഡോളോമൈറ്റ് കൊടുത്ത് ട്രീറ്റ് ചെയ്ത മണ്ണിലായിരിക്കണം നമ്മൾ ഈ ചെടിയെ നട്ടുപിടിപ്പിക്കുന്നത്. നല്ല ചരല് ചേർന്ന പോട്ടി മിക്സ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ചകിരിച്ചോറ് ഒരു കാരണവശാലും നമ്മളിതിൽ ചേർക്കരുതേ. നമ്മളിതിൽ ചേർക്കേണ്ടത് 50% മേൽമണ്ണ്, നല്ല ചരലൊക്കെ ഉള്ള മേൽമണ്ണും അതുപോലെ തന്നെ 30% ആറ്റുമണൽ നമ്മൾ ചേർത്തിരിക്കണം. ഒരു 10% കമ്പോസ്റ്റ്, കരിയിലെ കമ്പോസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണേ. പിന്നെ നമുക്ക് ചാണകപ്പൊടി, നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. കട്ടയായിട്ടുള്ളതൊന്നും ചേർത്ത് കൊടുക്കരുത്. ആ പോട്ടി മിക്സിലേക്ക് നമുക്ക് ഒരു 1/4 സ്പൂൺ സാഫോ പിന്നെ സൂഡോമോണസോ ചേർക്കാവുന്നതാണേ. അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത പോട്ടി മിക്സ് വേണം നമ്മൾ നല്ല ഹോൾസൊക്കെ ഉള്ള ഒരു പോട്ടിലോട്ട് ചെടി നട്ടുപിടിപ്പിക്കുക. അതിനായിട്ട് നമ്മൾ ചെറിയ ചെടിയാണെങ്കിൽ ഒരു ചെറിയ പോട്ടിൽ തന്നെ ഒരു 8 ഇഞ്ച് സൈസ് പോട്ടിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. വലിയ ചെടിയാണെങ്കിൽ വലിയ പോട്ടിലോട്ട് നമുക്ക് നട്ടുകൊടുക്കാം. നല്ല ഹോൾസൊക്കെ ഉള്ള ചട്ടിയിൽ നമ്മൾ അതിൻ്റെ അടിയിൽ മിറ്റിലെ ചിപ്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഓട്ടിൻ കഷ്ണം ഇട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമുക്ക് പോട്ടി മിക്സ് നിറച്ച് കൊടുക്കാവുന്നതാണേ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ചുവട്ടിൽ ചെറിയ കപ്പ് നഴ്സറിക്കാർ വെക്കുമേ, അതുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ ചെടിയെ നട്ടുപിടിപ്പിക്കാൻ. അങ്ങനെ ചള്ള മണ്ണാണെങ്കിൽ കുറച്ച് ചള്ള മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനെ നട്ടുകൊടുക്കുക. അതിനുശേഷം നമുക്ക് പിന്നെ നമ്മൾ ഈ സൂഡോമോണസ് കലക്കിയ വെള്ളം ഉണ്ടല്ലോ, ഒരു 1/2 സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അത് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണേ. പിന്നെ നമുക്ക് ആ ചെടി നല്ല ബുഷായിട്ട് വളർന്നു വരാൻ വേണ്ടി നമുക്ക് ആദ്യത്തെ ആ പൂക്കളും മുട്ടുകളും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഇതുപോലെ ഓരോ സ്റ്റെമ്മിൻ്റെയും നാമ്പ് കട്ട് ചെയ്ത് കൊടുക്കണേ. അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒത്തിരി ബ്രാഞ്ചസ് വന്നിട്ട് നല്ല ബുഷാകുകയും ചെയ്യും, നിറയെ പൂക്കളും ഉണ്ടാവുമേ. അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ ഈ ചെടിയിൽ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കമ്പുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാടി നിൽക്കുന്നതായിട്ട് കാണാം, ചിലപ്പോൾ ഉണങ്ങിപ്പോകുന്നതായിട്ട് കാണാം. അപ്പം അങ്ങനെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം, ആ കമ്പിനെ പൂർണ്ണമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണേ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയില്ല എങ്കിൽ അത് മറ്റ് ശിഖരങ്ങളിലേക്ക് അത് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നത് ഒന്നാമത് വെള്ളം കെട്ടിക്കിടന്നിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ വരാറുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ അവിടെ സാഫ് പുരട്ടി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു അണു കയറിയിട്ട് അത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്, ഇൻഫെക്ഷൻ ആകാൻ. പിന്നെ നമ്മൾ കമ്പുകൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റെറിലൈസ് ചെയ്ത കത്തി വെച്ചിട്ട് അല്ലെങ്കിൽ കത്രിക വെച്ചിട്ടൊക്കെ നമ്മൾ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക.
നമ്മുടെ ചെടി വളർന്നു വരും തോറും, നമ്മൾ ആ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന ചെടി നട്ടുപിടിപ്പിച്ച് വളർന്നു വരും തോറും നമ്മൾ അതിൻ്റെ ഓരോ ശിഖരങ്ങളിലും ഇതുപോലെ വരുമ്പോൾ ഉണ്ടല്ലോ കമ്പുകളെ നമ്മൾ അതിൻ്റെ ആ എൻഡ് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് വീണ്ടും വീണ്ടും ബ്രാഞ്ചസ് വന്ന് നല്ല ബുഷായിട്ട് ചെടി നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ചെടി നമ്മളിപ്പം നിലത്ത് വെച്ചതാണെങ്കിലും ചട്ടിയിൽ വെച്ചതാണെങ്കിലും ഇവരെ അങ്ങ് നേരെ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നല്ല ബുഷായിട്ട് നമ്മൾ ചെടിയെ ആക്കിയെടുക്കണം. നമ്മൾ ചെടിക്ക് കൊടുക്കേണ്ടത് ഒരു 6 മാസം വരെ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ചിട്ട് പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് സൂഡോമോണസ് ഒരു 1/2 സ്പൂൺ എടുത്തിട്ട് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇലകളിൽ ഇതുപോലെ നമുക്ക് അങ്ങോട്ട് സ്പ്രേയറിനകത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണേ. അതിങ്ങനെ നല്ല രീതിയിൽ നമ്മൾ ഇലകളിലെല്ലാം സ്പ്രേ ചെയ്യുക, ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെടിയെ നമുക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് വാടി പോകുന്ന ആ ഒരു ഉണങ്ങിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷിക്കാനായിട്ട് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കണം. ഇതേ സെയിം അളവിൽ നമ്മൾ സാഫും നമുക്ക് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്തും കൊടുക്കാം, ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കണേ. പിന്നെ നമുക്ക് ചെയ്തു കൊടുക്കേണ്ടത് ഡോളോമൈറ്റ്. നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ആ ഡോളോമൈറ്റ് നമ്മൾ ഒരു സ്പൂണ് നമ്മളെടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്കിതിൻ്റെ ചുവട്ടിൽ മണ്ണിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. മണ്ണിൻ്റെ പുളിപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് നമ്മളത് ഡോളോമൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുത്താൽ മതിയേ. അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ചെടിക്ക് വരുന്ന ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മുടെ ചെടിയെ രക്ഷിക്കാൻ പറ്റും. ചെടി ഉണങ്ങിപ്പോകത്തില്ല. നിലത്ത് നിൽക്കുന്ന ചെടിയാണെങ്കിലും അതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, ഒന്ന് സാഫ്, അതുപോലെ തന്നെ സൂഡോമോണസ്, ഡോളോമൈറ്റ്, ഈ 3 നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ ചെടികൾക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നിറയെ പൂക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ടത് പ്രൂണിങ് ആണേ. ഈ റെയിനി സീസൺ വരുമ്പോൾ നമ്മുടെ ചെടി അങ്ങ് നന്നായിട്ട് വളർന്നു വരുവേ. ആ സമയങ്ങളിൽ നമ്മൾ നന്നായിട്ടൊരു ഹാർഡ് പ്രൂണിങ് നമ്മുടെ ചെടിക്ക് കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും നല്ല നിറയെ മൊട്ടുകളുമായിട്ട് വരും. കണ്ടോ, ഇതിലെല്ലാം നിറയെ മൊട്ടുകൾ നിൽക്കുന്ന കണ്ടോ. ഇനി ഈ ചെടിയുടെ ഏതെങ്കിലുമൊക്കെ കമ്പുകൾ ഇതുപോലെ ഉണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണേ. വാടിയതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമ്മൾ ഈ ഉണങ്ങിയ കമ്പുകളെ വെച്ചേക്കരുത്, അതിനെ നമ്മളങ്ങ് കട്ട് ചെയ്ത് മാറ്റണേ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ചെടി മറ്റ് കമ്പുകളിലേക്ക് അത് ആ ഉണക്കി വ്യാപിക്കുമേ. അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ്റെ, നമ്മുടെ ചെടി നശിച്ചു പോകാനായിട്ടുള്ള ഒരു അതിൻ്റെ ഒരു ലക്ഷണമാണത്. പിന്നെ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളർന്നു വരുമ്പോൾ ഉണ്ടല്ലോ വലിയ പോട്ടിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. ഒരു ചെറിയ ചട്ടിയിലാണ് നമ്മൾ നട്ടതെങ്കിൽ പിന്നീട് നമുക്ക് വലിയ പോട്ടിലോട്ട് നമുക്ക് വെച്ച് പിടിപ്പിക്കുകയാണ്. ഒരു 18 ഇഞ്ച് സൈസ് പോട്ടിലോട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് അതിനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുമേ. പിന്നെ ഇതിൻ്റെ സൺലൈറ്റ് പറയുവാണെങ്കിൽ നമുക്കിതിന് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഈ മരങ്ങളുടെയൊക്കെ ചുവട്ടിലോ വലിയ വെയിലില്ലാത്തടത്ത് നമ്മൾ ഇതിനെ വെച്ചാലും മതിയേ. ഇത് നിറയെ പൂക്കളുണ്ടാവും. അല്ലെങ്കിൽ ഒരു രാവിലെ 12 മണി വരെയൊക്കെ ഉള്ള വെയിൽ മതി ഇതിന്. വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റ് ഇത് അടിച്ചു കഴിഞ്ഞാലും ഇത് പെട്ടെന്ന് ഇതിൻ്റെ കമ്പുകളൊക്കെ വാടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെയും വൈകിട്ടും ഇതിന് വെള്ളം നനച്ചു കൊടുക്കേണ്ട പ്ലാന്റ് ആണേ. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒരു മാസത്തിലൊന്നൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു 2 മാസം കൂടിയോ നമുക്കിതിന് ജൈവവളങ്ങൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? സ്റ്റെറാമിലും നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയും കൂടെ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്നും ഇളക്കിയിട്ട് ഒന്ന് കുറച്ച് മാറ്റിയെടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ഇത് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കുവാണെങ്കിലുണ്ടല്ലോ, നമുക്കറിയാം സ്റ്റെറാമിൽ നല്ലൊരു സമ്പൂർണ്ണ ജൈവ വളമാണ്. അപ്പോൾ അതിലെല്ലാ മൂലകങ്ങളും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചെടി നല്ല ഗ്രോത്ത് കിട്ടാനും നിറയെ പൂക്കളിടാനും ഒക്കെ സഹായിക്കുന്നതാണേ. പിന്നെ എപ്സം സോൾട്ട് നല്ല രീതിയിൽ നമ്മുടെ ചെടിക്ക് ഒരു ഹെൽത്ത് കിട്ടാൻ ഇടയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. മഗ്നീഷ്യം സൾഫേറ്റ് ആണ് അതിലുള്ളത്. അപ്പോൾ അത് നമ്മുടെ ചെടിക്ക് നല്ല പച്ച കളർ കൊടുക്കുകയും നിറയെ പൂവിടാനും, അത് ഇതുപോലെ ഇപ്പം ഞാൻ കാണിച്ചതുപോലെ തന്നെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ ചുവട്ടിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 4 ഗ്രാമൊക്കെ മതി. ചെറിയൊരു സ്പൂണിലാണ് നമ്മൾ എടുക്കേണ്ടത് 1 ലിറ്റർ വെള്ളത്തിന്. എപ്പോഴും ശ്രദ്ധിക്കണം, എപ്സം സോൾട്ട് കൂടിപ്പോകരുത്. കൂടിപ്പോയാൽ ചെടി ഉണങ്ങിപ്പോകും. നമുക്കറിയാം, ഇതിൻ്റെ കമ്പൊക്കെ വെച്ച് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ പിടിപ്പിക്കാൻ നമ്മൾ ചെയ്യുമ്പോഴും ഉണ്ടല്ലോ, ഈ ചെറിയ കമ്പുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള കമ്പുകളെ നമ്മൾ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക.
പിന്നെ നമുക്ക് NPKയും കൊടുക്കാം. 19 ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം, ഇലകളിലൊക്കെ സ്പ്രേ ചെയ്യാം. പക്ഷേ നമ്മുടെ ചെടി നശിച്ചു പോകാതിരിക്കാൻ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുത്തിരിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കും. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കണം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക്